ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പ്രൊമോല് പ്രേക്ഷകരെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗീതുവിന് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഗോവിന്ദും നമ്മുടെ അജാസും തമ്മിൽ ആദ്യം തന്നെ തർക്കം നടക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു പ്രൊജക്റ്റ് ചോർന്നതിന്റെ പേരിൽ ആ ഒരു ചേതൻ ഗ്രൂപ്പിന് ആരാണ് പ്രൊജക്റ്റ് കൈമാറിയത്, അടുത്ത ആരൊക്കെയോ തന്നെയാണെന്ന് നമ്മുടെ ഗോവിന്ദിന് നല്ലോണം അറിയാം. അപ്പം നമ്മുടെ അജാസിന് ഭയങ്കരമായിട്ട് സംശയമുണ്ട്. നമ്മുടെ ഗോവിന്ദിന് അജാസിനോട് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, സ്നേഹിക്കുന്നവരോട് ആ സത്യങ്ങൾ തുറന്നു പറയില്ല എന്ന് നേരത്തെ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നീ തന്നെ ആയിരിക്കും എന്നൊക്കെ നമ്മുടെ അജാസിനോട് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ ചേതൻ ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ ഗോവിന്ദിന് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കോളിൽ പറയുന്നുണ്ട് കേട്ടോ, ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ തങ്ങൾക്ക് കൈമാറി തങ്ങൾക്ക് ചോർത്തി തന്നത് നമ്മുടെ AGM ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനും ഗീതുവും നിങ്ങളുടെ ഭാര്യ ഗീതുവുമാണ് ഇത് ഞങ്ങൾക്ക് കൈമാറിയതെന്ന് അതിൽ ആ ഒരു കോളിൽ ആരോ നമ്മുടെ ഗോവിന്ദിനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇനി നമ്മുടെ ഗോവിന്ദ് ആ കാര്യം വിശ്വസിച്ച് നമ്മുടെ ഗീതുവിനെ അവിശ്വസിക്കുമോ? അങ്ങനെയെങ്കിൽ പിന്നെ തീർന്നു പ്രേക്ഷകർ. ഇത്ര നാളത്തെ ഒരു സ്നേഹവും പ്രേമ നാടകമൊക്കെ പിന്നെ വെറുതെ ആയിരുന്നു എന്ന് പറയാം നമ്മുടെ ഗോവിന്ദ. വേറെ ആരൊക്കെയോ പറഞ്ഞ് നമ്മുടെ ഗീതുവിനെ അവിശ്വസിക്കാനാണെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ ഈ ഗീതാ ഗോവിന്ദൻ കണ്ടിട്ട് പിന്നെ കാര്യമൊന്നുമില്ല കേട്ടോ. അല്ല, മറിച്ച് തൻ്റെ ഭാര്യ അത്രയ്ക്കും വിശ്വാസമാണ്, ഗീതു ഇത് ചെയ്യില്ല എന്ന് മറിച്ചൊരു റിപ്ലൈ പറയുകയാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് പിന്നെ പെർഫെക്റ്റ് ഹസ്ബൻഡ് തന്നെയായി അല്ലേ. അപ്പം അങ്ങനെ തന്നെ ആവട്ടെ. നമ്മുടെ ഗീതാ ഗോവിന്ദൻ പ്രേക്ഷകരൊക്കെ അത് തന്നെ കാണാനാണ് ഇഷ്ടം. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഗീതു ഭയങ്കരമായിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റിലാട്ടോ. ഏത് കുഞ്ഞാണ്, ആൺകുഞ്ഞാണെങ്കിലും മാധവന് തന്നെ പേരിടണം. അപ്പൊ 2 മാധവനോ, നമ്മുടെ മറ്റേ സിനിമയിൽ 2 കോയോ എന്നൊക്കെ പറയില്ലേ മോഹൻലാലിന്റെ സിനിമയിൽ, അതേപോലെ നമ്മുടെ ഗീതു പറയുക കേട്ടോ, 2 പേർക്ക് എങ്ങനെ മാധവൻ എന്ന പേരിടും, അത് ശരിയാവൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു കൊച്ചിനെ, ആ പ്രിയയുടെ കൊച്ചിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ നമുക്ക് പിന്നീട് കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും അതിന് പിന്നീട് ഒരു രസകരമായിട്ടുള്ള വേറെ നിമിഷമുണ്ട് കേട്ടോ. നമ്മുടെ രാധികാമ്മയ്ക്ക് ഭ്രാന്തായി പ്രേക്ഷകരെ. രാധികാമ്മ ആകപ്പാട് ഹോസ്പിറ്റലിൽ കയറി ആകപ്പാട് ബഹളം വയ്ക്കുന്നുണ്ട്. ഭദ്രന്റെ ആത്മാവിന്റെ എന്നെ ശല്യപ്പെടുത്തുകയാണ്, ഭദ്രന്റെ ആത്മാവ് അലഞ്ഞു നടക്കുന്നു, എൻ്റെ അടുത്ത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ ഹോസ്പിറ്റലിൽ കിടന്ന് കുറെ സംസാരിക്കുന്നുണ്ട് നിമിഷങ്ങൾ തന്നെയാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും മെയിൻ ഹൈലൈറ്റ് ആ ഒരു പ്രൊജക്ടിന്റെ ഇഷ്യൂ ആട്ടോ. അതിൽ നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ വിശ്വസിക്കുമോ അവിശ്വസിക്കുമോ? നമ്മുടെ ഗീതു ആണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് വരാൻ നിൽക്കുകയാണ് താൻ പ്രഗ്നന്റ് ആണെന്നുള്ള ഒരു കാര്യം വെളിപ്പെടുത്താനായിട്ട്. അപ്പൊ എന്തായാലും എല്ലാ കാര്യവും കൂടി കൂട്ടിക്കുഴഞ്ഞൊരു അവസ്ഥ തന്നെ ആയിരിക്കട്ടെ ഇനി വരുന്ന ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരിക്കാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.